യൂത്ത് കോൺഗ്രസ് വ്യാജ ID കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചു. വ്യാജ ID കാർഡ് നിർമ്മിച്ചത് പ്രതികളുടെ ലാപ്ടോപ്പിൽ വെച്ചാണ് എന്നതാണ് കണ്ടെത്തൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ID കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത ശേഷമായിരുന്നു ഈ തട്ടിപ്പെന്നും കണ്ടെത്തലുണ്ട്. കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ കാർഡ് നിർമ്മിച്ചു. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ചണ്ഡീഗഡിലെ ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് എന്നാണ് വിവരം. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്ത, ഇതുൾപ്പെടെ എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തുവരുന്നത്? രതീഷ്, യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിനെതിരായ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫെനി നയനാൻ അടക്കം 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരിപ്പോൾ ജാമ്യത്തിലാണ്. ഇത് 4 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ഒന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും മറ്റൊന്ന് കോതമംഗലത്തും മൂവാറ്റുപുഴയിലും ബാലുശ്ശേരിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ ഈ 4 കേസുകളും ക്രൈംബ്രാഞ്ചിന്റെ സെൻട്രൽ യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഈ പ്രതികളിൽ നിന്നൊരു ലാപ്ടോപ്പ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആ ഫോറൻസിക് പരിശോധന റിസൾട്ടിലാണ് ഈ നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വ്യാജ ID കാർഡുകൾ, അത് ഫോട്ടോഷോപ്പും അടക്കമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കുകയും അത് ഈ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ വോട്ടുകൾ ചെയ്തതായും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 7 പേരുടെ പേരിൽ വ്യാജ വോട്ടുകൾ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയ ബാംഗ്ലൂർ ആസ്ഥാനമായ ഡിജിറ്റൽ നെറ്റ്വർക്ക് സൊല്യൂഷന്റെ അഭിജിത് സിംഗിന് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം നൽകിയ മറുപടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അഭിജിത് സിംഗിന് വാറന്റും അയച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിലുള്ള വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഫോറൻസിക് പരിശോധനയിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിരിക്കുന്നത്. അതുകൂടാതെ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ മൊബൈൽ ഫോണും പെൻഡ്രൈവുകളും ഇപ്പോൾ ചണ്ഡീഗഡിലെ ലാബിലേക്ക് അന്വേഷണ സംഘം അയച്ചു നൽകിയിട്ടുണ്ട്.